ഡ്രൈവിങ് പഠിക്കാൻ ആഗ്രഹമില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കാരണം ഇപ്പം എല്ലാവരും ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണ്. അപ്പം ഞാൻ ഡ്രൈവിങ്ങിന് പഠിക്കുന്ന കാലത്ത് എൻ്റെ അനിയനോട് ഞാൻ പറയായിരുന്നു, നീ എന്നെ ഒന്ന് പഠിപ്പിച്ചാടാന്ന്. അപ്പോൾ അവൻ പറയും, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ വീട്ടിൽ വണ്ടി സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം പിന്നീട് ഉണ്ടായില്ല. പക്ഷേ എൻ്റെ മമ്മിയും ഡാഡിയും നാട്ടിൽ പോയി, എൻ്റെ അനിയൻ വേറെ സ്ഥലത്തേക്ക് ജോലി കിട്ടി പോയി. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ തികച്ചും ഒറ്റപ്പെട്ടു. പിന്നെ നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ബസ്, മെട്രോ അല്ലെങ്കിൽ പലരെ ആശ്രയിക്കണം. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി. അങ്ങനെ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പോയപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് ഡ്രൈവിങ് പഠിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങയുടെ വിരലുകൾ എൻ്റെ വിരലുകളോട് ചേർത്ത് വെച്ചിട്ട് എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ച് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം വെച്ചാൽ ദുബായിൽ ലൈസൻസ് എടുക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും. നമ്മൾ തോൽക്കും തോറും പൈസ കൂടുതൽ അടയ്ക്കണം. അങ്ങനെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഒത്തിരി പൈസ ചിലവില്ലാതെ എനിക്ക് ഡ്രൈവിങ് പഠിക്കാനും സാധിച്ചു. ഇന്ന് വളരെ നല്ല രീതിയിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിട്ട് മാറി.